എല്ലാവർക്കും സന്തോഷാവട്ടെ. ഞാൻ പോവാ. അഖിലേച്ചി, എന്തുണ്ടായി? എന്തുപറ്റി? മോളിലെന്താ? അഖിലേച്ചി ടെറസിൽ അഖിലേച്ചി നിൽക്കുന്നു. അഖിലേച്ചിയോ? അഖിലേണ്ടേശ്വരി, വാ ഞാൻ കാണിച്ചു തരാം. വാ. ആന്റി അവിടെ എവിടെ? അവിടെ എങ്ങും ആരുമില്ല. എല്ലാം ആന്റിയുടെ വെറും തോന്നല. അല്ല, തോന്നലൊന്നും അല്ല, ഞാൻ കണ്ടതല്ലേ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ മാഡം, അവിടെ എങ്ങും ആരുമില്ല. വെറുതെ ഞങ്ങളെയും കൂടെ. ഗംഗ, നീ ആന്റിയെ കൊണ്ട് തിരിച്ചാക്ക്. ഒന്ന് റിലാക്സ് ചെയ്യിച്ചിട്ട് വേണം കൊണ്ടാക്കാൻ. സൂക്ഷിക്കണം, ആരുടെയും കണ്ണിൽ പെടരുത്. ആന്റി വാ. പ്രിയങ്കേ, ചേച്ചി ഇവിടെ വന്നേ. ആന്റി ചേച്ചി ഇവിടെ ഉണ്ട്. എന്താ ദാസേട്ടാ, എന്താ ഒരു ആലോചന? എന്തുപറ്റി? ഞാൻ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഈ ഔട്ട് ഹൗസ് വിടണം. അധികം വൈകാതെ മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറണമെന്ന് എന്റെ അഭിപ്രായം. ദാസേട്ടാ, അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അത് അമ്മ അറിയാതെ നടന്ന കാര്യങ്ങളാ. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ദാസേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതല്ല വലിയ കുഞ്ഞെ, എനിക്കതൊരു ടെൻഷൻ തന്നെയാ. മാറണമെങ്കിൽ മാറാം. സത്യത്തിൽ അച്ഛന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ തങ്ങുന്നത്. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ ദാസേട്ടാ. ആ മനസ്സിലൊന്നുമില്ല. അതെനിക്കറിയില്ലേ വലിയ കുഞ്ഞെ. ആ മനസ്സറിയാവുന്ന ഒരാളായി ദാസ്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി വലിയ കുഞ്ഞെ. എന്താ ദാസേട്ടാ? ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഗുരുജിയെ കണ്ടിരുന്നു. ഗുരുജി ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിനോട് പറയാൻ വേണ്ടി. എന്താ ദാസേട്ടാ? അതായത് കല്യാണിയും കൂട്ടി വലിയ കുഞ്ഞ് നാട്ടിലുള്ള അവളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. അതിനെന്താ ദാസേട്ടാ, ഗുരുജി ദാസേട്ടനെ ചുമതലപ്പെടുത്തിയ കാര്യമല്ലേ. ഞാൻ കല്യാണിയും കൂട്ടി പോയേക്കാം. എന്നാ പിന്നെ അത് വെച്ച് താമസിപ്പിക്കണ്ട. ദൈവകാര്യമല്ലേ, നാളെ തന്നെ പോകാൻ നോക്ക്. ശരി ദാസേട്ടാ, ഞാൻ കല്യാണിയോട് പറയാം. ശരി വലിയ കുഞ്ഞ്. എന്റെ ബ്രോ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ചെന്നിട്ട് അവര് കാണിച്ച അക്രമത്തിന് ഞാൻ ഇതൊന്നല്ല വേണ്ടിയിരുന്നേ. ഞാനൊറ്റ ആയിരുന്നെങ്കില് ആ സമയത്ത് ഇളയമ്മ എന്നുള്ള സ്ഥാനം ഞാനങ്ങ് മറന്നേനെ.
ജയന്തി പേടിക്കണ്ട. വിലാസിനി ആന്റിക്ക് ഒട്ടും കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് താമസിക്കാതെ ഇങ്ങി വരും. അതെങ്ങനെ കുറ്റബോധം ഉണ്ടാവും? അതിന് ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിയുന്നവർക്കല്ലേ കുറ്റബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്നും ഇല്ല. എനിക്ക് എന്റെ ആന്റി വലുതാ. ആന്റി എനിക്ക് കാണണം. എവിടെയെങ്കിലും പോയാൽ മടങ്ങി വരാൻ ഒരിക്കലും താമസിക്കില്ല എന്റെ ആന്റി. സഹദേവൻ അങ്കിളിന്റെ അടുത്തു പോലും പോവാതെ അഖിലേച്ചി അഖിലേച്ചി എന്ന് മാത്രം ഏതു നേരം ജപിച്ച് ജീവിക്കുന്നവളെ എന്റെ വിലാസിനി ആന്റി. ദുബായിലൊക്കെ പോയി കറങ്ങി നടന്ന് ജീവിക്കേണ്ട അവസരം ഉണ്ടായിട്ടും ആ സന്തോഷമൊക്കെ കളഞ്ഞ് എന്റെ തൃച്ചംബരം, എന്റെ അഖിലേച്ചി, എന്റെ ശിവരാമേട്ടൻ എന്ന ഒരേ വിചാരത്തിൽ ജീവിക്കുന്നവളെ എന്റെ ആന്റി. ആ ആന്റിയെ കാണാതായിരിക്കുന്നത്. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് എനിക്ക് സംശയമുണ്ട്. ഒരു നിഴല് പോലെ അഖിലാന്റിയുടെ പിറകെ നടന്നതല്ലേ എന്റെ ആന്റി. എന്റെ ആന്റിക്ക് തൃച്ചംബരത്തെ ഒരു കൊടിച്ചിപ്പട്ടിയുടെ വിലയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഈ ഒരു സെറ്റില് ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നെ വിലാസിനി ആന്റിക്ക്? എന്തിന്? ഇവിടുത്തെ ഒരു വേലക്കാരിയുടെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ആന്റിക്ക്? പക്ഷേ എനിക്ക് എന്റെ ആന്റി വലുതാ. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ തൃച്ചംബരത്തുള്ള ഒറ്റൊരെണ്ണത്തിന് വെറുതെ വിടില്ല ഞാൻ. എനിക്കറിയാം എന്റെ ആന്റി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നിട്ടുണ്ടാവും നിങ്ങളൊക്കെ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി നാട്ടുകാർക്കൊക്കെ വലുതായിരിക്കും, അവർക്കൊക്കെ ഭയമായിരിക്കും. പക്ഷെ എനിക്കതില്ല. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെ ഇരുവഴികൾ എണ്ണിക്കും ഞാൻ. കൊന്നുകളയും ഞാൻ. നീ ആരോടടി തട്ടിക്കയറുന്നേ? ആന്റി മിണ്ടിപ്പോവരുത്. എന്റെ അഖിലേച്ചിയുടെ ശിവരാമേട്ടന്റെ മുമ്പിൽ എന്ത് ധൈര്യത്തിലാടി നീ സംസാരിച്ചത്? നീ അത്രയ്ക്കങ്ങ് വളർന്നോ? ആന്റി 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 കാണാതായപ്പോ എന്റെ ചങ്ക് കലങ്ങിപ്പോയി. എന്റെ കൺട്രോൾ അങ്ങ് വിട്ടുപോയി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ആയപ്പോ ഞാനൊന്ന്... അതിന് നീ ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കൊന്നും വേണ്ട. എന്നെ വഴക്ക് പറയാനും തല്ലാനും വേണമെങ്കിൽ കൊല്ലാനും വരെയുള്ള അധികാരം അഖിലേച്ചിക്കുണ്ട്. അഖിലേച്ചി എന്റെ കരണത്തഴിച്ച എനിക്ക് വേദനിക്കില്ല. അതൊരു റോസാപ്പൂ കൊണ്ടുള്ള തലോടലായിട്ട് എനിക്ക് തോന്നും. ആന്റി ആന്റി കാണാതായപ്പോ കേറിപ്പൊടിയാവത്ത്. ഇനിയൊരു വാക്ക് പറഞ്ഞ കൊല്ലടിച്ച് തറയിലിടും ഞാൻ. ചേച്ചി, അവള് വല്ല വിവരക്കേടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക് ചേച്ചി. ഞാൻ ചെയ്ത തെറ്റെന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും നേരം ക്ഷേത്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദീപാരാധനയും തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടിയത്. ശിവരാമേട്ട, അരവിന്ദ്, നന്ദന, ഒരു പട്ടിയെ പോലെ, കുടിച്ചിപ്പട്ടിയെ പോലെയാ അവൻ എന്നോട് പെരുമാറിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ഹാളിൽ ചെന്നപ്പോ അവൻ എന്നെ നാണം കെടുത്തി അപമാനിച്ചു. ഞാൻ ഒന്നും അല്ലാതായി പോയി. ഒന്നും.
അവനെ കൊല്ലണോ എനിക്ക് ഇപ്പൊ? കൂൾ ഡൗൺ ആന്റി, കൂൾ ഡൗൺ, റിലാക്സ്. ആന്റി ആദ്യം അല്പം വെള്ളം കുടിക്കേ. മതി സൽക്കാരം. കൊല്ലാൻ പറ്റുമോ അത് പറ. കൊല്ലാം ആന്റി, കൊല്ലാം. പക്ഷേ ഒരു ചോദ്യം. തൃച്ചംബരം ഒരു മഹാവൃക്ഷമാ. അരവിന്ദ് കൃഷ്ണൻ അതിലെ ചെറിയൊരു ശിഖരവും. നമ്മൾ വെട്ടേണ്ടതും മുറിക്കേണ്ടതും അടപടലെ വേര് മുറിക്കേണ്ടതും വൃക്ഷത്തെയല്ലേ, ചെറിയൊരു ശിഖരത്തെ അല്ലല്ലോ, ആണോ? ഉത്തരം ഞാൻ പറയാം. നമ്മൾ വെട്ടിമുറിക്കേണ്ടത് വൃക്ഷത്തിന്റെ കടക്കൽ തന്നെയാണ്. അപ്പോൾ കൊമ്പുകളും ഇലകളും ആ തൃച്ചംബരം എന്ന വടവൃക്ഷത്തിലേക്ക് ചേക്കേറിയ പക്ഷികളും അടക്കം സകലതും നിലംപതിക്കും. അതാണ് നമ്മുടെ മിഷൻ. അതെ, ഒരു മകനല്ല, ഒരു കുടുംബമാണ് നമ്മുടെ ടാർഗറ്റ്. ഒരു മകൻ മരിച്ചാൽ അഖിലയുടെ കണ്ണുകൾ അല്പമൊന്ന് കലങ്ങും, അത്രേ ഉള്ളൂ. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ കണ്ണുകൾ അടയ്ക്കുകയാണ് എന്നേക്കുമായി. കൊള്ളാം, കേൾക്കാൻ നല്ല സുഖമുണ്ട്. തട്ടിൽ നിന്ന് പറഞ്ഞ നാടകാണെന്ന് കരുതിയ ആൾക്കാരുടെ കയ്യടി കിട്ടും. പക്ഷെ ഒന്നും മറക്കരുത്, 2-3 വർഷമായി നമ്മുടെ ഈ ഗീർവാണം തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും. എന്നാൽ ഇനി സംഭവിക്കും പലതും. വിലാസിനി ആന്റിക്ക് പ്രിയങ്കയും ഈ ഗംഗയും നൽകിയൊരു വാക്കുണ്ട്. തൃച്ചംബരത്തെ മഹാറാണിയുടെ സിംഹാസനം. അതിനുള്ള വഴികൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആന്റി കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചോ? കഴിഞ്ഞ 3-4 വർഷത്തെ ഗീർവാണ പ്രസംഗം അല്ലേ ഇത്. പ്രവൃത്തി, പ്രവൃത്തി മാത്രം. എന്ത് പ്രവൃത്തി? നമ്മൾ ഒരുപാട് കളിച്ചു, ഒന്നും ജയിച്ചില്ല. തോൽവി മാത്രം നമ്മുടെ വിധി. ആ വിധി നമ്മൾ മാറ്റി എഴുതും, മാഡം വിശ്വസിക്കുക. ഞങ്ങൾ 3 ആളും അതിനുള്ള പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇവിടെ വെറും പ്ലാൻ അല്ല, ഇറ്റ്സ് എ മാസ്റ്റർ പ്ലാൻ. ദി എൻഡ് ഗെയിം, കടശിക്കളി. 4 വർഷവും നമ്മൾ മറന്നുപോയൊരു ചതിപ്രയോഗം. പണ്ട് ശകുനി കയ്യിലിട്ട് കറക്കി എറിഞ്ഞിട്ടില്ലേ, അതേ പകിട 12 കളി. ആന്റിക്ക് വിശ്വസിക്കാം ഞങ്ങള്. അതെ, ആന്റിക്ക് വിശ്വസിക്കാം ഞങ്ങള്. അഖിലയുടെ പ്രപഞ്ചം ഇനി അന്ധകാരമാക്കും നമ്മൾ. ഇരുട്ടിൽ കിടന്ന് വെളിച്ചത്തിനു വേണ്ടി നിലവിളിക്കും അഖില. നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ പോകുന്നു. അതിനി അധികം കാലം